സജിത്ത് അല്ല ഞങ്ങള് മൺട്രോത്തുരുത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കണം, നിങ്ങളിൽ നിന്ന് കേൾക്കണം. ആളവിടെ ഒറ്റയ്ക്കിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് മൺട്രോത്തുരുത്തിന്റെ സൗന്ദര്യം. ഓക്കെ സജിത്തെ, എവിടെയാണ്? കല്ലടയാറും നോക്കിയിരിക്കുകയാണോ അതോ അഷ്ടമുടിക്കായലാണോ? എന്താണ് മുന്നില്? റോഡാണോ? ടൂറിസം മേഖലയുടെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്ന എസ് വളവിലാണ് ഇരിക്കുന്നത്, അഷ്ടമുടിക്കായലാണ്. ആ വളവും നോക്കി അങ്ങ് ഇരിക്കുവാണ്, നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യാതെ അല്ലേ? മൺട്രോയില് തന്നെ ജനിച്ചു വളർന്ന ആളാണോ സജിത്ത്? എന്റെ തൊട്ട് സമീപ പ്രദേശമാണ് കിഴക്കേ കല്ലട, പക്ഷെ മൺട്രോത്തുരുത്തിലാണ് കൂടുതൽ സമയം ഉള്ളത്. സ്പെൻഡ് ചെയ്യുന്ന കൂടുതൽ സമയം അവിടെയാണല്ലേ? അതെ അതെ. എന്താ ഈ എസ് വളവ്, എന്താ അതിന്റെ ഒരു പ്രത്യേകത? അവിടുത്തെ ഒരു ജിയോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ടൂറിസത്തിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണെങ്കിലും അതെങ്ങനെയാ വരുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണക്കടവ് എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു. അപ്പൊ ഈ പ്രദേശം റോഡിന്റെ ആകൃതി അനുസരിച്ചാണ് ഇത് എസ് വളവ് എന്ന പേരിലേക്ക് മാറിയത് പിന്നീട്. ഓക്കെ, എസ് ഷേപ്പിലാണ് ആ റോഡ് അല്ലേ? അതെ അതെ. മൺട്രോ ഡ്രൈവ് എന്നൊരു നാമകരണം ചെയ്തെങ്കിലും അതത്ര അങ്ങോട്ട് വൈറലായില്ല. എസ് വളവ് എന്നുള്ള ഒരു പേരാണ് ആൾക്കാരിൽ കൂടുതൽ എത്തിയത്. ഓക്കെ, എസ് വളവ് അന്വേഷിച്ച് ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്. എനിക്കിപ്പോ എന്റെ ഫ്രണ്ടിൽ കാണുന്നത് അഷ്ടമുടിക്കായലാണ്. നിരവധി വള്ളങ്ങൾ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് ഞങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരുമോ? ഒന്ന് ക്യാമറ, ഒന്ന് ബാക്ക് ക്യാമറ എന്തെങ്കിലും കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കേട്ടോ. സജിത്തിനെ കാണുന്നതേ ഞങ്ങൾക്ക് സന്തോഷം. എന്നാലും വെറുതെ അല്ല കേട്ടോ, ആരായാലും അങ്ങ് ആസ്വദിച്ചിരുന്ന് പോകും. നമുക്കൊരു തെറ്റ് പറയാനായിട്ട് പറ്റില്ല അല്ലേ? സജിത്ത് ഇത്ര വിളിച്ചിട്ട് കേൾക്കാത്തതിന്റെ കാരണം ഈ കാഴ്ചയാണ് കേട്ടോ. ഓ മൈ ഗോഡ്. ഗേറ്റ് ഓഫ് മൺട്രോ എന്നറിയപ്പെടുന്ന കണ്ടൽ ആർച്ചാണ്. ആ കണ്ടൽ ആർച്ചാണ് ഇന്ന് നമ്മുടെ ടൂറിസത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയായിട്ട് എല്ലാ ഭാഗങ്ങളിലും അറിയപ്പെടുന്നു. സത്യം സത്യം. എനിക്ക് തോന്നുന്നു അതിലൂടെയുള്ള കയാക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള വള്ളം യാത്രകളുമാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മുന്നിലേക്ക് വെക്കുന്നത് അല്ലേ? അതെ അതെ അതെ. സജിത്തെ, ഇതൊക്കെ നമ്മുടെ യാത്രക്കാരാണോ അതിലെ ടൂറിസ്റ്റുകളാണോ അതോ നമ്മളുടെ നാട്ടുകാരുടെ യാത്രയാണോ? എങ്ങനെയാണ് അത്? ഇത് ശരിക്കും മൺട്രോത്തുരുത്തിനെ കാണാൻ വരുന്ന മറ്റു ജില്ലക്കാരുണ്ട്, മറ്റു സംസ്ഥാനക്കാരുണ്ട്, വിദേശികളടക്കമുള്ള ആൾക്കാരാണ് ഈ കനോയിങ് ചെയ്യുന്നത്. ഓക്കെ, ചെറിയൊരു മഴക്കാറുണ്ട് തോന്നുന്നു അല്ലേ? ചെറിയ മഴയല്ല, കുറച്ചു മുമ്പ് നല്ല മഴയായിരുന്നു. ആ മഴ നമ്മുടെ ഈ റോഡ് ഞാനത് കാണിച്ചു തരാം. ഈ റോഡ് വേലിയേറ്റം കയറിയിട്ട് ഈ റോഡ് മുങ്ങി കിടക്കുമായിരുന്നു. അപ്പൊ ഇത് റോഡാണ്, ഇത് റോഡാണ്, വണ്ടികളൊക്കെ പോകുന്ന നമ്മുടെ എസ് വളവിന്റെ റോഡ്. അതെ അതെ ഓ മൈ ഗോഡ്. അപ്പൊ ഇവിടെ ഇങ്ങനെ വേലിയേറ്റം കയറും. അതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ വേലിയേറ്റം ഉപ്പുവേലിയാണ് കയറുന്നത്. ഈ ഉപ്പുവേലി കാരണം ഇവിടുത്തെ ജീവിതം ദുസ്സഹമാണെങ്കിലും, ഇവിടെ ജീവിക്കുന്നവർക്ക് അത് ദുസ്സഹമാണെങ്കിലും ഇവിടെ വരുന്നവർക്ക് ഇതൊരു വലിയ കാഴ്ചയാണ് അല്ലേ? ഇപ്പം നമ്മളിപ്പം ഞാനാണെങ്കിൽ പോലും അത് നോക്കുന്ന സമയത്ത് നമുക്കതൊരു റോഡാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ആ രീതിയിലേക്കാണ് വെള്ളം അങ്ങ് വേലിയേറ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് എന്നുള്ളത് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ നിന്ന് ഈ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആദ്യം മുതൽക്ക് തന്നെ നമുക്ക് കയാക്കിങ്, കൊട്ടവഞ്ചി, പെഡൽ ബോട്ട്, ഈ വള്ളങ്ങൾ എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ സഞ്ചാരികളായിട്ട് വന്ന് ആ കണ്ടൽ ആർച്ചിൽ പോയിട്ട് അകത്തേക്ക് പോകുന്ന ചെറുതോടുകളാണ്. ഇടത്തോടുകളിലൂടെയുള്ള ആ യാത്ര ആസ്വദിക്കാനാണ് നിരവധി ആൾക്കാർ വരുന്നത്. ഒരുപക്ഷെ തോന്നുന്നു ആദ്യമൊക്കെ എത്തിയത് വിദേശികൾ തന്നെയാണ്, അതിനുശേഷമാണ് നമ്മുടെ നാട്ടുകാർ. അതങ്ങനെയാണ്, അവരാണ് ആദ്യം അറിയുന്നത്. കേരളത്തിൽ എന്തൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വിദേശികളാണ് ആദ്യം അറിയുന്നത്, പിന്നെ നമ്മളത് മനസ്സിലാക്കുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു സജിത്തും ടൂറിസത്തിലേക്ക് തന്നെയാണോ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? അതെ 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 അതെ, ഗ്രേറ്റ്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രവാസിയായിട്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം നേരിടുന്ന ആൾക്കാർ ചോദിക്കുന്നത് നാട്ടിലെവിടെയാണെന്നുള്ളതാണ്. അപ്പൊ ഈ പ്രോഗ്രാമിന് ആശംസകൾ. അതുപോലെ നമ്മൾ ഈ കായലിന്റെ ഒരു പ്രത്യേകത, ഈ അഷ്ടമുടി കായലിൽ നിന്ന് എടുക്കുന്ന കക്കയുണ്ട്. ഏറ്റവും രുചികരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പല പോയി ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കക്കയ്ക്കുള്ള ഒരു രുചി എവിടെയും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു അനുഭവമാണ്. കൂടാതെ എനിക്ക് നേരെ ആ കാണുന്നതാണ് കാഞ്ഞിരോട്ട് കായൽ. കായലിന്റെ അഷ്ടമുടി കായലിന്റെ കാഞ്ഞിരോട്ട് ഭാഗമാണത്. ഏറ്റവും ആഴത്തിയ ഭാഗമാണ്. അവിടുത്തെ കരിമീനുകൾക്കാണ് ലോക പ്രശസ്ത രുചി എന്ന് പറയുന്നത്. നമ്മുടെ എന്താ സജിത്തെ ഈ ഉച്ച നേരത്ത് ഞങ്ങൾ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? അതെ അതെ. അപ്പൊ അതൊക്കെ നമ്മുടെ നാവിലെ രസം മുകളങ്ങനെ കാര്യം. കരിമീനും കക്കയും കൊഞ്ചും ഞണ്ടും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ഒരു രുചി കലവറയാണ് ഈ അഷ്ടമുടി കായൽ. കൂടാതെ ഇവിടെ മഴക്കാലത്ത് മാത്രം ചെളിയിൽ നിന്ന് പൊന്തി വരുന്ന ഊഴാലി എന്ന് പറയുന്ന ഒരു മീനുണ്ട്. ആ മഴ സമയത്താണ് അത് കിട്ടുന്നത്. അപ്പൊ അതിനെ നമ്മൾ തലേ ദിവസം മുളക് കറി, അതായത് കുടംപുളിയൊക്കെ ഇട്ട് മുളക് കറി അങ്ങോട്ട് വെച്ചിട്ട് അതിരാവിലെ പഴങ്ങി കുടിക്കത്തുള്ള ആൾക്കാർ. അതൊരു വലിയ അനുഭവമാണ്. നമുക്ക് സജിത്തിന്റെ പേഴ്സണൽ നമ്പർ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് നാട്ടിൽ വരുമ്പോഴേ.
ഒന്ന് കാണണം. ഇതൊക്കെയാണ് നമ്മുടെ മൺട്രോ എന്ന് പറയുമ്പോൾ. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർ മൺട്രോന്റെ ടൂറിസം സാധ്യതകളെ കുറിച്ച് പറയുന്ന സമയത്തും സജിത്ത് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് മൺട്രോയുടെ രുചി വിഭവങ്ങളെ കുറിച്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സജിത്തുമായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷൻ. സജിത്ത് ഫ്രീ ആണെങ്കിൽ ഒരു 5 മണി ആകുമ്പോഴും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണേ. എന്താ അത് എന്തോ ചൂണ്ടിക്കാട്ടി നിൽക്കുന്നുണ്ടല്ലോ, പറഞ്ഞോളൂ. അതെന്താ അവിടെ? എനിക്ക് നേരെ ആ കാണുന്ന സ്ഥലമാണ്, ഒരു ദ്വീപാണ് അത്. അത് പള്ളിയാതുരുത്ത് എന്ന് പറയുന്ന ഒരു ദ്വീപാണ് ആ കാണുന്നത്. പള്ളിയാതുരുത്ത്? അതെ അതെ. അതുപോലെ തന്നെ എനിക്ക് നേരെ ഈ കാണുന്നതാണ് കുതിരമുനമ്പ് എന്ന് പറയുന്ന ദ്വീപ്. ദ്വീപ സമൂഹങ്ങൾ, ഈ കായലിൽ ഉണ്ടായിരുന്ന ദ്വീപുകൾ, അത് ഈ 2 ദ്വീപുകൾ എനിക്ക് ഇവിടെ നിന്ന് നല്ലതുപോലെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നമുക്ക് കാണുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. അതെ അതെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പോയി, വള്ളത്തിൽ പോയി ആ ദ്വീപിൽ ഇറങ്ങി, അവിടെ കുറെ ആഴം കുറവുള്ള ഭാഗങ്ങളാണ്. അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ പ്രദേശമാണ് അതൊക്കെ. മൺട്രോത്തുരുത്ത് അങ്ങനെ അഷ്ടമുടി കായലും കല്ലടയാറും ഒക്കെ സംഗമിക്കുന്ന സ്ഥലത്തും ഒരുപാട് കണ്ടലുണ്ട്. ഈ പണ്ട് എക്കലൊക്കെ അടിഞ്ഞു കൂടുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു മൺട്രോത്തുരുത്തിൽ. കൃഷിയൊക്കെ വളരെ നന്നായിട്ട് നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, തെങ്ങ് കൃഷി. ഇപ്പം കല്ലട അണക്കെട്ട് വന്നതോടുകൂടി ഈ പ്രദേശത്തിന്റെ ആ ഒരു ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. പ്രദേശങ്ങളിലൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർക്കായാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ മീൻ വിഭവങ്ങൾ തന്നെയാണ്. വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ പോക്ക് ശരിയല്ല. സഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ ഇതായി പോകുന്നത് എനിക്ക് ഈ കാണുന്നുണ്ടോ, ഇതാണ് ചെറിയ കണ്ടൽ. ഈ നാരോ കനാൽസ്, അതായത് ഈ ഇടത്തോടുകൾ എന്ന് പറയും, ഇടത്തോടുകളിലൂടെയുള്ള യാത്ര. അപ്പൊ ഈ കണ്ടലാണ് ഈ നിൽക്കുന്ന മൊത്തം. അതിനുള്ള കയക്കിംഗ് ബോട്ട്സാ തോന്നുന്നു അല്ലെ അവിടെ കൂട്ടി വെച്ചിരിക്കുന്നൊക്കെ? അതെ. ഓക്കെ. ബോട്ടിനകത്ത് നമുക്ക് 2 പേർക്ക് 3 പേർക്ക് ഒരാൾക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളുണ്ട്. കുറച്ച് സമാധാനം സ്വസ്ഥമായിട്ട് നമ്മളൊരു വെക്കേഷൻ സമയത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ബോട്ടൊക്കെ എടുത്ത് മൺട്രോയുടെ ഉള്ളിലൂടെ ഒരു യാത്ര, ഈ ചെറു തോടുകളിലൂടെയൊക്കെയുള്ള ഒരു യാത്ര ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ചൂടുകാലത്ത് അവിടെ ആ ഒരു മഴക്കാലം കൂടി നമ്മൾ മനസ്സിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ നാട് എത്രമാത്രം മിസ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സജിത്തെ അവിടെ ഉണ്ടാവണം കേട്ടോ. അവിടെ ആ വളവൊക്കെ കണ്ട് അവിടെ ഇരിക്കണം, അവിടെ തന്നെ ഉണ്ടാവണം. ഞങ്ങളൊരു 4:30 ആവുമ്പോൾ 4:45 5 മണിയോട് കൂടി വീണ്ടും വരും. ഓക്കെ, അപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് മാറട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് സജിത്ത് ഫോർ ജോയിനിങ്. സച്ച് എ കോളർ അല്ലേ. നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അത് നമ്മൾ പറയാതെ തന്നെ സജിത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ കണ്ണിന് കുറച്ച് സമയം നമ്മൾ എല്ലാം മറന്ന ആ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നതിന് നമ്മൾ അത്രയ്ക്കും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തു, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നമ്മൾ അങ്ങനെ മഴയൊക്കെ മാറി നിൽക്കുവാണ് നാട്ടിലല്ലേ സജിത്തെ? നമ്മൾ മാറ്ററിൽ നിന്ന് പോകുന്നു. സജിത്ത് ഇങ്ങോട്ട് നോക്കണം. സജിത്ത് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഇങ്ങോട്ട് നോക്കണം. സജിത്തെ, ഇത്ര സൗന്ദര്യമുള്ള എന്നെ സജിത്തിന് കാണുന്നില്ലേ? സജിത്ത് ഇങ്ങോട്ട് നോക്കുന്നേ ഇല്ലല്ലോ. ഓക്കെ സജിത്തെ, ജയൻ ചേട്ടാ, എല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ട്, വളരെ സന്തോഷം. സൂസൻ, നിങ്ങളെല്ലാരും ഫ്രണ്ട്സ് ആണോ? പരസ്പരം അറിയുന്നവരാണോ? തീർച്ചയായിട്ടും. എല്ലാരും മൈക്ക് അൺമ്യൂട്ട് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച് സജിത്തെ. ഞാൻ സജിത്തിനെ ഒരിക്കലും മറക്കില്ല കേട്ടോ. സജിത്തൻ, ബിജു ചേട്ടൻ, സുമിത്തേട്ടൻ, സൂസൻ, എല്ലാവരും ഇന്ന് ഇത്രയും സമയം, ബിനു ചേട്ടൻ അടക്കം, നിങ്ങൾ എല്ലാവരും മൺട്രോ തുരുത്തിന്റെ വിശേഷങ്ങളുമായിട്ട് റേഡിയോ കേരളം വൈൻഡപ്പ് ചെയ്യാണതോ. മാവ്